ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഫാമിലിയായിട്ടൊരു ട്രിപ്പാണ് പോകുന്നത്. ഇന്ന് വരിക്കാശ്ശേരി മന കാണാൻ പോവുകയാണ്. ഒറ്റപ്പാലത്താണ് വരിക്കാശ്ശേരി മന. നമ്മുടെ ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകളിൽ വരിക്കാശ്ശേരി മന കണ്ടിട്ടുണ്ട് നമ്മൾ. ഇതിന് മുന്നേ ഒരു വട്ടം കാണാൻ പോയപ്പോൾ കൊറോണ സമയമായതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അതിന് പോവുകയാണ് കാണാൻ. അതുപോലെ തന്നെ നമ്മൾ തിരുവല്ലാമല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പോകുന്നുണ്ട് തൊഴാൻ, അമ്മയ്ക്കും അച്ഛനും തൊഴണമെന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ യാത്രാവിശേഷങ്ങളാണ്. അപ്പോൾ പോവാം. ഗായ്സ്, തിരുവല്ലാമല അമ്പലത്തിലേക്ക് എത്തി നമ്മളിപ്പോൾ. ഗായ്സ്, ഇത് സരസ്വതി കുണ്ട് അല്ലെങ്കിൽ സരസ്വതി സന്നിധി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് തിരുവല്ലാമല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ സ്ഥലം. നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ ബോർഡും പേരൊക്കെ കാണാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്ന് ഇങ്ങനെ കല്ല് മേലെ വെച്ച് അട്ടിക്ക് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും എന്നാണ് വിശ്വാസം. ഒരുപാട് പേര് ഇവിടെ വന്ന് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. ഇവിടെ കാണാം ഒരുപാട് കല്ലുകൾ. അപ്പോൾ ഞാൻ വെക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ കല്ലുകളുണ്ട്. ഞാനും അമ്മയും അനിയത്തിയും ഒക്കെ അങ്ങനെ വെക്കുന്നുണ്ട് കല്ല്, അച്ഛനും ഒക്കെ വെക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിന് ചുറ്റും കാണാം. ഒരുപാട് അടുത്തടുത്ത് കല്ലുകൾ ഇങ്ങനെ ഇട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ച സ്കൂള്. LKG ഞാനിവിടെ ആയിരുന്നു. 7th ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങളിവിടെ ആയിരുന്നു ആദ്യം താമസം. അത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് മാറിയത്. അപ്പോൾ കണ്ടപ്പോൾ പഴയ ഓർമ്മയിൽ വീഡിയോ എടുത്തതാണ്, നിങ്ങൾക്കും കാണിച്ചു തരാൻ. കാലം നാൾ കുറിക്കയോ പൊന്നുരച്ചു മിന്നൽ തീർത്തോ പ്രേമലേഖനം. ഗൈസ്, ഇത് വരിക്കാശ്ശേരി മനയുടെ ഒരു റൂമാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. മച്ചും അത് നാലുകെട്ടൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാ റൂമും ഇതുപോലെ തന്നെയാണ്, ഒരേപോലെയാണ്. അതുകൊണ്ട് എല്ലാം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഇവരുടെ അടുക്കളയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ അടുക്കളയാണെന്ന് തോന്നുന്നു. അടുപ്പും വിറകും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട്. അതായത് ഉയരം, സീലിങ്ങിന് നല്ല ഉയരമാണ്. ഇവിടെ മേലെ പുകയൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കാം, നല്ല ഉയരത്തിലാണുള്ളത്. രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവു പോൽ നെഞ്ചിലമരുന്നോ? മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. വരിക്കാശ്ശേരി മന കണ്ടിറങ്ങി. മുട്ടിഞ്ഞ വെയിലാണ് അല്ലേ? ഏട്ടൻ മുന്നിൽ നടന്നു, അച്ഛൻ മുന്നിൽ പോയി. ഒന്നെങ്കിൽ നിങ്ങൾ വെയിലില്ല സമയത്ത് വേണം വരിക്കാശ്ശേരി മന കാണാൻ വരിക. ക്ഷീണിച്ച് നശിപ്പോയി. വയ്യാണ്ടായി, നല്ല വെയില.